നമസ്കാരം. പത്തനംതിട്ട MC റോഡിൽ ഏനാത്ത് കഴിഞ്ഞ ദിവസം കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞത് ഒരു കുടുംബത്തിന്റെ സന്തോഷങ്ങളും പ്രതീക്ഷകളും ഒക്കെയായിരുന്നു. 11 ദിവസം മുൻപ് ജന്മം കൊടുത്ത പെൺകുഞ്ഞിനെ കണ്ട് കൊതി തീരാതെ ആഗ്രഹിച്ച് ലഭിച്ച സർക്കാർ ജോലിയിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെയുമാണ് കാർ അപകടത്തിന്റെ രൂപത്തിൽ കുന്നിക്കോട് ശ്രീശൈലം വീട്ടിൽ രഞ്ജിത്തിന്റെ ഭാര്യ ഗോപികയ്ക്ക് ജീവൻ നഷ്ടമായത്. വെള്ളിയാഴ്ച പുലർച്ചെ 3:30 ഏനാത്ത് MC ജംഗ്ഷന് സമീപം ഹ്യൂണ്ടായി ഷോറൂമിനടുത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ 11 ദിവസം പ്രായമായ കുഞ്ഞടക്കം 4 പേർക്ക് പരിക്കേറ്റു. കുന്നിക്കോട് ശ്രീശൈലം വീട്ടിൽ രഞ്ജിത്തിന്റെ ഭാര്യ ഗോപികയാണ് മരിച്ചത്. രഞ്ജിത്ത്, പിതാവ് രാധാകൃഷ്ണൻ, ഗോപികയുടെ അമ്മ രാധാമണി, 11 ദിവസം പ്രായമായ കുഞ്ഞ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗോപിക 2 ദിവസം മുൻപാണ് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത്. പ്രസവത്തിന് തൊട്ടു പിന്നാലെയാണ് സർക്കാർ ജോലി ലഭിച്ചത്. ഇത് കുടുംബത്തിന് ഇരട്ടി മധുരമായിരുന്നു നൽകിയത്. എന്നാൽ ആ സന്തോഷങ്ങൾക്ക് അല്പനേരത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃഷി അസിസ്റ്റന്റ് തസ്തികയിൽ കണ്ണൂരിലായിരുന്നു ഗോപികയ്ക്ക് നിയമനം. കുഞ്ഞിനെ വീട്ടിലാക്കി കണ്ണൂരിലെത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിയെടുത്ത് പ്രസവാനന്തര ശുശ്രൂഷകൾ തുടരാനായി നാട്ടിലെത്തുകയായിരുന്നു. വ്യാഴാഴ്ച വീട്ടിലെത്തി ഏറെ കഴിയും മുൻപേ കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥമുണ്ടായി. കുഞ്ഞിനെ കൊണ്ട് അടൂരിലെ ലൈഫ് ലൈൻ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ച ശേഷം മടങ്ങി വരികയായിരുന്ന ഗോപികയും കുടുംബവും സഞ്ചരിച്ചിരുന്ന മാരുതി റിറ്റ്സ് കാർ എതിരെ വന്ന ഹോണ്ട സിറ്റി കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെ 8 മണിയോടെ ഗോപിക മരിച്ചു. കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മറ്റുള്ളവരെല്ലാം സാരമായ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഹോണ്ട സിറ്റി കാറിലുണ്ടായിരുന്ന 2 പേർക്ക് നിസ്സാര പരിക്കുണ്ട്. നാട്ടുകാരും പോലീസും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് കുടുങ്ങിയവരെ പുറത്തെടുത്തത്. കൊല്ലം കുന്നിക്കോട് ശ്രീശൈലത്തിൽ മോഹനൻ പിള്ളയും രാധാമണി അമ്മയും ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് 2 മക്കളെ വളർത്തിയത്. പലചരക്ക് കടയിലെ ജോലിയും കന്നുകാലി വളർത്തലുമായിരുന്നു ഉപജീവനമാർഗം. പഠിക്കാൻ സമർത്ഥരായിരുന്നു ഗോപികയും സഹോദരൻ രാജ്മോഹനും. BSc അഗ്രികൾച്ചറിന് പഠിച്ച ശേഷം സർക്കാർ ജോലി ലക്ഷ്യമിട്ട് PSC പരീക്ഷ എഴുതുകയായിരുന്നു ഗോപിക. സഹോദരന് നേരത്തെ പോലീസിൽ ജോലി ലഭിച്ചിരുന്നു. കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറി വരുന്നതിനിടയിലാണ് ദുരന്തമെത്തിയത്. ചിരിച്ച മുഖത്തോടെ മാത്രം സംസാരിക്കുന്ന ഗോപിക നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരിയായിരുന്നു. 1 വർഷം മുൻപാണ് തലവൂർ പാണ്ഡിത്യത്തിന്റെ സ്വദേശിയായ രഞ്ജിത്തുമായി ഗോപികയുടെ വിവാഹം നടന്നത്. താമരക്കുടിയിൽ സ്റ്റുഡിയോ നടത്തുകയാണ് രഞ്ജിത്ത്. ചെങ്ങന്നൂരിൽ നടത്തിയ മൃതദേഹ പരിശോധനയ്ക്ക് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗോപികയുടെ മൃതദേഹം ശനിയാഴ്ച വീട്ടുവളപ്പിൽ സംസ്കരിക്കും.